ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പെൻസിൽ പാൻറ് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ രണ്ട് മടക്കാക്കിയിട്ടുണ്ട് പേപ്പറിനെ. ഇത് ഈ പാൻറ്റിന് ഫ്രണ്ട് വേറെ ബാക്ക് വേറെ ആയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ 4 മടക്ക് വേണ്ട നമുക്ക്. ഇത് ഇപ്പോൾ ഇങ്ങനെ 2 മടക്കാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ താഴത്തുനിന്ന് നമുക്കൊരു 3 ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക. 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിട്ട് അത് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി അതിന് ശേഷം ഈ 3 ഇഞ്ചിന്റെ അവിടെ നിന്ന് നമുക്ക് എത്രയ്ക്കാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം അടയാളപ്പെടുത്താം. അപ്പൊ എനിക്കിവിടെ വേണ്ടത് 32.5 ഇഞ്ചാണ്. പക്ഷെ ഇത് പേപ്പറിൽ എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു 22 ഇഞ്ചാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. എന്താന്ന് വെച്ചാ ഇതിൽ കൊള്ളില്ല ഈ പേപ്പറിൽ. അപ്പൊ ലെങ്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അളവനുസരിച്ച് അടയാളപ്പെടുത്താം കേട്ടാ. ഇരുപത്തിരണ്ട് ഇഞ്ച് അതും ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ താഴെ ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ ഇവിടം തൊട്ട് നമുക്ക് വേണ്ട ഇറക്കം അടയാളപ്പെടുത്തി. അതിനുശേഷം ഇവിടെ മുകളിൽ നമുക്ക് എന്ത് വേണം, മടക്കി തയ്ക്കാനായിട്ട് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. 2 ഇഞ്ച് അടയാളപ്പെടുത്താം. കണ്ടല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് വണ്ണം എത്രയാണ്, 37 എനിക്ക് വേണ്ടത്. ആ 37നെ 4 എടുക്കണം. 37നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.4 വരുന്നത്. 9.4. അപ്പോൾ ആ 9.4ന്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടി നമുക്ക് കൂട്ടണം. 2 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്, 11.4. ആ 11.4 നമുക്കിവിടെ വണ്ണം അടയാളപ്പെടുത്തേണ്ടത്. എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ വേസ്റ്റ് വണ്ണത്തിന്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 11.4 വന്നു. ഇതിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റില്ല. അപ്പം അതൊന്ന് ഇതാക്കിയോളൂ കേട്ടോ. 11.4 അടയാളപ്പെടുത്താം. കണ്ടോ, ഇവിടെ 11.4 കേട്ടോ വണ്ണം ഇവിടെ വരെയുള്ളത്. അത് ഇപ്പോൾ പേപ്പറിലായതുകൊണ്ട് നമുക്ക് പറ്റില്ല. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇതാക്കി വെക്കുന്നത്. ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഒരു 11.4. ഇനി നമുക്ക് എന്ത് വേണം, ഈ 11.4 കിട്ടിയില്ലേ, ആ 11.4ന്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടി കൂട്ടുക. 2 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 13.4 കിട്ടി അല്ലേ. ആ 13.4 നമുക്കിത് ഇവിടെ ഈ ഇവിടം തൊട്ട് താഴത്തേക്ക് ക്രോച്ച് ഏരിയ അടയാളപ്പെടുത്തേണ്ടത്. 13.4. തുണിയിലെ കറക്റ്റ് അളവുകൾ അടയാളപ്പെടുത്താട്ടോ നമുക്കിത്. ഇപ്പോൾ പേപ്പറിലായതുകൊണ്ട് കറക്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് കൈ പറയുന്ന കണക്കുകൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ എങ്ങനെയാന്നുള്ളത്. എങ്ങനെയാ നമുക്കിവിടെ വണ്ണം കിട്ടിയത്, വേസ്റ്റ് റൗണ്ടിന്റെ 4/1 ഭാഗം കണ്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് അടയാളപ്പെടുത്തിയത് വേസ്റ്റ് വണ്ണത്തിന്റെ 4/1 ഭാഗം കണ്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടി നമുക്ക് 11.4 കിട്ടിയില്ലേ. ആ 11.4ന്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 13.4.
ഇനി നമുക്ക് എന്ത് വേണം, ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. കണ്ട, ഒരു 2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഇവിടം വരയ്ക്കുള്ളത്. ഇനി അത് ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വിടുക ഇതിലേക്കിട്ടാ. വല്ലാണ്ട് വളയ്ക്കൊന്നും വേണ്ട കേട്ടാ, വെറുതെ ഒന്നിങ്ങനെ സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്താൽ മതി. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടം തൊട്ട് ഇതിങ്ങനെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാട്ടോ. ആദ്യം ഇതിങ്ങനെ ഞാൻ നേരെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. കണ്ടാ, ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും ദൂരം എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയും 15.4 നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ വരേണ്ടത്. ആ 15.4 പകുതി കണ്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തണം. അപ്പൊ അതിങ്ങനെ വെച്ച് മടക്കി നോക്കിയാൽ മതിട്ടാ. 15.4 ഇങ്ങനെ വെച്ച് ടേപ്പ് കറക്റ്റ് ഇങ്ങനെ മടക്കുക. അപ്പൊ നമുക്ക് 7.5 ഒരു പോയിന്റുമാണ് കിട്ടണത് കേട്ടാ. അപ്പൊ അവിടെ ഇങ്ങനെ ഈ സെന്റർ അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവിടെ താഴെ അത് അടയാളപ്പെടുത്തണം നമുക്ക്. കറക്റ്റ് അതിങ്ങനെ ഇവിടെ അടയാളപ്പെടുത്തുക. നമ്മൾ ഈ 3 ഇഞ്ച് കണ്ടു വെച്ചിട്ടില്ലേ, അവിടേക്ക് അത് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. കണ്ട, അതിങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ കാലിന്റെ വണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ, പാദത്തിന്റെ അവിടത്തെ നമുക്ക് ഇറക്കം എത്രയാണോ വേണ്ടേ അവിടത്തെ വണ്ണം, അത് 10 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പൊ 10 ഇഞ്ചാവുമ്പോ എന്ത് ചെയ്യണം, അതിന്റെ പകുതി 5 ഇഞ്ചാണ് വരുന്നത്. ആ 5ന്റെ പകുതി നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തണം. 5ന്റെ പകുതി എത്രയാ, 2.5 ഇഞ്ച്. ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടി 3 ഇഞ്ച് ഇപ്പുറത്തേക്കും 3 ഇഞ്ച് ഇപ്പുറത്തേക്കും അടയാളപ്പെടുത്തുക. മനസ്സിലായല്ലോ? നമ്മുടെ കാലിന്റെ പാദത്തിന്റെ അവിടുത്തെ വണ്ണത്തിന്റെ പകുതി കണ്ട് അതിന്റെ പകുതി ഈ വരയുടെ ഇപ്പുറത്തേക്കും അടയാളപ്പെടുത്തുക. ഒരു 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് വേണം അടയാളപ്പെടുത്താനായിട്ടാ, അത് മറക്കരുത്. ഇനി നമ്മൾ ഈ വരയിൽ അവിടെ നിന്ന് നേരെ ഈ 3 അടയാളപ്പെടുത്തിയിലേക്ക് സ്ട്രെയിറ്റ് ഇങ്ങനെ വരയ്ക്കുക. കണ്ട, അതിങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ ഇപ്പുറത്ത് ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ചെറിയൊരു വളവോട് കൂടി അതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ട, അപ്പൊ ഇവിടെ നമുക്ക് സ്കെയിൽ വേണമെന്നില്ല, ഇങ്ങനെ ചെറുതായിട്ട് ഒന്നൊരു വളച്ച് ഇങ്ങനെ ഈ 3 ഇഞ്ച് കണ്ടയിലേക്ക് നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം. അതിന് ശേഷം താഴത്തേക്ക് നേരെ സ്ട്രെയിറ്റ് വരയ്ക്കാം. കണ്ട, ഇത്രയാണ് നമുക്ക് വേണ്ട അളവുകൾ. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തയ്ച്ചെടുക്കാം കേട്ടാ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ തന്നെ നമ്മൾ അങ്ങനെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് പീസ് കട്ട് ചെയ്യാം. ഇപ്പൊ ഇത് പേപ്പറിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ വരച്ച ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടാ. ഇതേപോലെ തന്നെ 2 മടക്കിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും 2 മടക്കിട്ടതിന് ശേഷം നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഫ്രണ്ട് പീസില്ലേ, അതിങ്ങനെ കറക്റ്റ് ഇതിൽ വെച്ച് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് കറക്റ്റ് അതേപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഇതിന് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് പീസിന് നമ്മുടെ ഈ ഫ്രണ്ട് പീസിനേക്കാളും ഒരു 2 ഇഞ്ചും കൂടി ഇറക്കം കൂടുതൽ വേണം.
ഒരു 2 ഇഞ്ച് ഇറക്കം കൂടുതൽ വേണം കേട്ടോ. അപ്പം അത് തുണി അതിനുള്ളത് കണ്ട് എടുത്തോളൂ. 2 മീറ്ററൊക്കെ മതിട്ടാ നമുക്ക് ഈ ഒരു ഇത് തയ്ക്കാനായിട്ട്. കണ്ട നമ്മളതിങ്ങനെ കറക്റ്റ് വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടം വരെയാണ് നമ്മുടെ ഫ്രണ്ട് പീസിന്റെ ഇറക്കം വരണത്. ഇവിടം വരെയാണ്. അവിടെ നിന്ന് മുകളിലേക്ക് നമുക്കൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ ഇവിടെയും 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തണം. കണ്ട ഇങ്ങനെ 2 ഇഞ്ച് 2 ഇഞ്ചായിട്ട് അടയാളപ്പെടുത്തുക. അങ്ങനെ 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അതിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം ഇവിടേക്ക് ഒരു 1 ഇഞ്ച്, നല്ലോണം ലൂസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് ഇടാം. അല്ല നമുക്ക് ചുരി പാൻറ് പോലെ നല്ല ടൈറ്റിലാണെങ്കിൽ 1 ഇഞ്ച് ഒക്കെ മതി കേട്ടോ. 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തിയാൽ മതി. ഞാൻ ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് വീതം താഴ്ത്തേക്ക്. അത് ഏത് ഭാഗത്താണെന്ന് ശ്രദ്ധിച്ചോളോ. നമ്മൾ ഈ ക്രോച്ച് ഏരിയ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെയാണ് നമുക്ക് ഈ 1 ഇഞ്ച് 1 ഇഞ്ച് വീതം വേണ്ടത്. ഇവിടെ കറക്റ്റ് ഈ അളവ് തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. ഇവിടെയൊക്കെ നമ്മൾ മുകളിലേക്ക് ഒരു 2 ഇഞ്ച്, ഈ ഫ്രണ്ട് പീസിനേക്കാളും വിട്ട് മുകളിലേക്ക് ഒരു 2 ഇഞ്ച്, ഈ ക്രോച്ച് ഏരിയയുടെ അവിടെയും 2 ഇഞ്ച് 2 ഇഞ്ച് വീതം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 1 ഇഞ്ച് വീതം നമ്മൾ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ഇവിടെയാണ് വേണ്ടത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിവിടെ 2 ഇഞ്ച് കണ്ടില്ലേ, അവിടേക്ക് ഇങ്ങനെ ചെരിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ ഈ വര സെയിം ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊന്ന് ചെരിച്ച് വരയ്ക്കണം. കണ്ട ഇങ്ങനെ വരച്ചെടുക്കണം. അപ്പോൾ ഈ ഫ്രണ്ട് പീസിനേക്കാളും വിട്ട് കണ്ട നമുക്ക് ഈ മാറ്റം ഇങ്ങനെ വരണം. ഇത് കറക്റ്റ് ശരിയായില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് നടക്കുന്ന സമയത്ത് പാൻറ് ഇങ്ങനെ കയറി പോവാന്നുള്ള കംപ്ലൈന്റുകളൊക്കെ വരണത്. ഈ ബാക്ക് പീസിന് നമുക്ക് ഇങ്ങനെ ഒരു 2 ഇഞ്ചെങ്കിലും ഇവിടെ ഇങ്ങനെ കയറി നിന്നാലാണ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കണതിനനുസരിച്ച് ഈ സെൻറ്റർ ഭാഗം ഇങ്ങനെ കയറി കണ്ടിട്ടില്ലേ, ഓരോരുത്തരുടെ പാൻറ് ഇങ്ങനെ നടുക്ക് സൈഡ് വശം രണ്ടും ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നിൽക്കണത്. ഇത് ഈ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും കേട്ടോ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ട അപ്പം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തുണിയിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തണത് എന്നുള്ളത് നോക്കാം. അത് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് തുണിയിൽ അടയാളപ്പെടുത്തേണ്ടത് ഞാൻ ഇടാട്ടെ. ഇത് രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് ഇനി അത് തുണിയിൽ അടയാളപ്പെടുത്തുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. ഇതിപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.